നായകന കവന തുറരുമ സുരര തോൽപ്പിച്ചു നേടിയ പെരുമ അസുരകണവതേക്കുന്നൊരു പഴമ തലമുറയ്ക്കൊത്തു നേടിയ ഗുണമ ചാരീകൃതത്തിൽ മുഖമ ഗംഗയെന്ന പുരി തന്നുടയുടമ മംഗയെന്നു കേട്ടാലൊരു തരമ പേരു പുഷ്പകത്തിൻ പല നിറമ ലോകമേറ്റതോ ശിരസുഖണമ ഇതിനെ കാണുകിൽ ഉലകിനു ഭയമ പൂകിലും ഇവനൊരു തനിമ ഒന്നു തീർക്കുവാൻ ഇവനൊരു നനമ വിട്ടുവെക്കുകളിൽ ഇവനൊരു പൊലിമ വിദ്യകളിൽ ഇവനൊരു തെളിമ കൈകളിരു പതിനു പെണ്ണൊരു ബലമ പർവ്വതമിളക്കിയ ഫലമ ദേവദേവകളിൽ ഇവനൊരു ഭയമ ആകുയില്ല ഇവനിന്നൊരു എളിമ കാലുവാരുന്നതിവനുടെ കുലമ കാറ്റു പൊട്ടു നോക്കാത്തൊരു മണമ കൂട്ടിടാതെ നിൽക്കുന്നൊരു നിലമ ാൽ തോൽക്കുമെന്നതു ബലമ പെട്ടവർക്കിന്ന് ഇവനൊരു കടമ ഇവന് കിട്ടിയത് പലവിധ വരമ രാവണനെന്നവനുടയുടെ അവനത് ചേർത്തു വച്ച നാമം തകതീനേ ಇಂದು ಚೂಡನೇಗಿ ವಾಳೆ ರಾಮ ಪಾಡದ ರಾವಣನಂದ ಆಳಿತು ಪಾದಕ್ಕೆ ಕಣ ರಾಮನಿಂದ കരുതരായും കരുത്തി മുകളിൽ വിമുന്നവാള് പത്തു കണ്ടനെന്നും ചേലേ രാമനിന്ന് അന്ത്യനാള് ശങ്കര നാമ പാടത രാവണനന്ദ ആഴിക്ക് പാദത്തിൽ കണ്ട രാമനിന്ദ രാമബാണത്തെ ജയിച്ചു കയറുവാനായി തുളച്ചു പായുന്ന രാമബാണത്തെ ജയിച്ചു കയറുവാനായി ഇതച്ചിരിക്കൊടു പകത്തിനിടയിൽ വീഴുന്നു മണ്ണിൽ അമ്മേറ്റു രാക്ഷസേശ്വരൻ വമ്പേറും ലങ്കനായകൻ ശങ്കര നാമ പാടന രാവണലങ്ക ആഴിക്ക് പാദത്തിൽ കണ്ട രാമനിന്ദ ഇത്രമാത്രം മനസ്സിലാക്കുക. പ്രപഞ്ചത്തിലെ യോഗ്യമാർ, മുനിമാർ, സിദ്ധന്മാർ നിരന്തരം നിർമ്മല ഹൃദയത്തോടെ രാമനെ ധ്യാനിക്കുന്നു. വേദപുരാണ ശാസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ കീർത്തികളെ കുറിച്ച് വാഴ്ത്തിപ്പാടുന്നു. രാമൻ സർവം നമ്മിൽ വ്യാപിച്ചിരിക്കുന്നു. സമസ്ത ബ്രഹ്മാണ്ടത്തിന്റെ സ്വാമി, മായാമയൻ ഭഗവാൻ ശ്രീരാമനെ ധ്യാനിക്കുന്നു. അദ്ദേഹം മറ്റാരുമല്ല, പ്രപഞ്ചത്തിന്റെ ദുഃഖം നീക്കുവാനായി മനുഷ്യരൂപിയായി അവതാരമെടുത്തിരിക്കുന്ന ഭഗവാൻ വിഷ്ണു തന്നെയാണത്.